ഹലോ ഗായ്സ്, വെൽക്കം ടു അബീസ് വ്ലോഗ്സ്. അപ്പോൾ ഗായ്സ്, ഇതാ പോയവരൊക്കെ തിരിച്ചു വരാനുള്ള ശ്രമമാണ് ഗായ്സ്. പോയവരൊക്കെ തിരിച്ചു വരാൻ സംഭവം വേറെ ഒന്നുമല്ല ഗായ്സ്. ഇത് ഞാൻ നേരത്തെ വീട് പറഞ്ഞ പോലെ തന്നെയാണ്. കുറേ ബന്ധങ്ങളെ നമ്മൾ ആഗ്രഹിച്ചു, ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ അതൊക്കെ അവർ തന്നെ വേണ്ടെന്ന് വെച്ച് പോയിട്ടുണ്ട്. പോയവരൊക്കെ ഇതാ തിരിച്ചു വരട്ടെ, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു ഇതാ ഗൈസ് വെയിറ്റിങ്ങിലാണ്. പക്ഷേ ഒരു പ്രാവശ്യം നമ്മളെ അങ്ങ് പിന്നുമെന്ന് കുത്തിയിട്ട് അങ്ങ് പോയിട്ട് പിന്നെ കുറേ കഴിഞ്ഞ് വീണ്ടും എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി. എനിക്ക് തിരിച്ചു അവൾ പോയത് വേറെ ഒന്നുമല്ല. ഞാൻ അവളായിട്ട് 2 വർഷം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു കാശുകാരനെ കണ്ടപ്പോൾ അവൻ്റെ പുറകെ അതാ എന്നൊരു പോക്കങ്ങ് പോയി. കുറച്ച് വിഷമമൊക്കെ ഉണ്ടായി. അത്ര നമ്മളെ ഉള്ളിൽ തട്ടി സ്നേഹിക്കുമ്പോൾ പെട്ടെന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് എന്തായാലും വിഷമം ഉണ്ടാകാണ്ടിരിക്കില്ലല്ലോ. മനുഷ്യന്മാരൊക്കെ ആണെങ്കിൽ വിഷമം ഉണ്ടാവും. അതുപോലെ എനിക്കും വിഷമം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ എന്നോട് ക്ഷമിക്കാമെന്ന് അവളെ തിരിച്ച് വിളിച്ചപ്പോൾ നിൻ്റെ ഒന്നും പുറകെ എൻ്റെ പട്ടി വരുമെന്ന് പറഞ്ഞ് പോയവള് പട്ടിയെപ്പോലെ തിരിച്ചു വന്നിരിക്കുന്നു. കാരണം ഞാൻ ചോദിച്ചു എന്താ എടാ, അങ്ങനെയല്ല, എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. പിന്നെ നീ അനുമോളായിട്ട് അനുചേച്ചിയാണ് ഞാൻ നിൽക്കണേ കണ്ടല്ലോ. അപ്പോൾ അനുചേച്ചിയൊക്കെ നിൽക്കണ പോസ്റ്റൊക്കെ കണ്ടു. അപ്പോൾ എനിക്കും പരിചയപ്പെടുത്തി തരണം. നീ ഇപ്പോൾ നല്ലൊരു ഇതിലായി, ഞാൻ നിന്നെ കളഞ്ഞാൽ ഞാൻ ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഗൈസ്. അതിലൂടെ മനസ്സിലാക്കുക അവള് എൻ്റെ പുറകെ അവളെ പട്ടി വരുമെന്ന് പറഞ്ഞവള് ഇപ്പോൾ ഇതാ പട്ടിയെ പോലെ എൻ്റെ പുറകെ വന്നിരിക്കുന്നു ഗൈസ്. ഇതാണ് എൻ്റെ വിജയം ഗൈസ്, ഇതാണ് എൻ്റെ വിജയം. പറയണത് ആരെയും കണ്ണെടുത്ത് വിശ്വസിക്കരുത്. നമുക്കൊരു നല്ലത് എന്തെങ്കിലും സംഭവം വരുമ്പോൾ നമ്മുടെ പുറകെ കൂടും. ഇനി നാളെ അതില്ലെങ്കിൽ വീണ്ടും ഒരു പോക്കങ്ങ് പോകും ഗൈസ്. അതുകൊണ്ട് നോക്കിയും കണ്ടും മാത്രം കൂടെ നിർത്തുക, അല്ലെങ്കിൽ പറയാനായിട്ട് ഇതുപോലെ തന്നെ സംഭവിക്കുന്നു.